നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നില്ലേ? എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് എംബിബിഎസ് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കർണാടകത്തിലോ ആസാമിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു എംബിബിഎസ് സീറ്റ് കിട്ടാൻ എത്ര റാങ്ക് വേണം? റാങ്ക് ഈസ് 23,500. ആർക്കൊക്കെ? ജനറൽ കാറ്റഗറിക്കും ഒബിസിക്കും 23,500 എന്ന് പറയുന്ന ഒരു സ്കോറിന്റെ ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി 23,500ന്റെ മേളിലാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല. കൃത്യം ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊരു ആശങ്കയിലാണ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. പക്ഷെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ക്ലിയർ കട്ട് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. 23,500 ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അപ്പോൾ 22,000 ആണ്, 23,000 തന്നെയാണ്, അല്ലെങ്കിൽ 22,900 ആണ്, അഡ്മിഷൻ കിട്ടും. ഇനി 23,900 ആണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടി നോക്കുക എന്നുള്ളതാണ്. ഒബിസിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ചാൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏകദേശം സെയിം റാങ്ക് തന്നെയാണ് ഒബിസിയും ഓൾ ഇന്ത്യ ലെവലിൽ ക്ലോസ് ചെയ്യാറുള്ളത്. ഒരു വ്യത്യാസമുള്ളത് ഇഡബ്ല്യുഎസ് ആൾക്കാർക്കാണ്. ഇഡബ്ല്യുഎസ് ഉള്ള ആൾക്കാർക്ക് വരാറുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു 24,500 വരെ. അതായത് കൃത്യമായിട്ട് ഒരു 1000 റാങ്കിന്റെയും കൂടി അഡ്വാൻറ്റേജ് ഇഡബ്ല്യുഎസ്. പക്ഷെ അത് ഓൾ ഇന്ത്യ ഇഡബ്ല്യുഎസ് വേണം. തഹസിൽദാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഓൾ ഇന്ത്യ ഇഡബ്ല്യുഎസ് ഉണ്ടെങ്കിൽ 24,500 വരെയുള്ള ആൾക്കാർക്ക് അത് കിട്ടാറുണ്ട്. ഇനി ഒരു കാറ്റഗറി ഉള്ളത് എസ്.സി കാറ്റഗറിയാണ്. 1,20,000 വരെയുള്ള റാങ്കുകൾക്ക് എസ്.സിക്കാർക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് എംബിബിഎസ് സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ എസ്.ടി ഉള്ള ആൾക്കാർക്ക്, ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആൾക്കാർക്ക് 1,50,000 ആണ് കട്ട് ഓഫ് വരാറുള്ളത്. 1,50,000 ഉള്ളിൽ. നിങ്ങളുടെ റാങ്ക് കൃത്യമായിട്ട് നോക്കുക. നിങ്ങളുടെ ജനറൽ റാങ്ക് ഉള്ളത് 23,500ന്റെ ഉള്ളിലാണെങ്കിൽ സീറ്റുണ്ട്. ഒ.ബി.സി റാങ്ക് ഉള്ളത് 23,500 സീറ്റുണ്ട്. എസ്.സി റാങ്ക് ഉള്ളത് 1,20,000 ഉള്ളിലാണെങ്കിൽ റാങ്ക് ഉണ്ട്. എസ്.ടി ആണെങ്കിൽ 1,50,000 ഉള്ളിലാണെങ്കിൽ റാങ്ക് ഉണ്ട്. ഇഡബ്ല്യുഎസ് ആണെങ്കിൽ ഒരു 24,000 24,500 ഉള്ളിലാണെങ്കിൽ റാങ്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബാക്കി കാറ്റഗറി അനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തു തരാം. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി ആൾക്കാർക്കും കൂടി ഫോർവേഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബാക്കി ഡൗട്ടുകൾ, അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ കമന്റ് ചെയ്തോ. ഓരോന്നായിട്ട് ഓരോ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നുണ്ടാവും. ബൈ.